അധീന കശ്മീരിൽ കണ്ണുവച്ച് ചൈന വമ്പൻ തന്ത്രങ്ങൾ മെനയുകയാണ്. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ചൈന പാക് അധീന കശ്മീരിന്റെ നിയന്ത്രണം നിലനിർത്താൻ ശ്രമിക്കുന്നതെന്നാണ് പ്രതിരോധ വിദഗ്ധൻ പ്രഫുൽ ബക്ഷി ഊന്നിപ്പറയുന്നത്. ആ പറച്ചിൽ വെറുതെയല്ല, അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. പാക് അധീന കശ്മീരിനെ കൈയടക്കാൻ ചൈന വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം CPEC, ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, അതിൻ്റെയൊക്കെ വ്യാപ്തി, അതിൻ്റെയൊക്കെ ലക്ഷ്യം വളരെ വലുതാണ്. ഇതൊക്കെ പാക് അധീന കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്നുമുണ്ട്. കൂടാതെ എയർഫീൽഡ് കൈവശപ്പെടുത്താൻ ചൈന ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തം സൈനിക നേട്ടത്തിനായിട്ട് പാക് അധീന കശ്മീരിൽ ചൈന പലതും കണക്കുകൂട്ടുന്നുണ്ട് എന്നതാണ് വാസ്തവം. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ $50 ബില്യൺ പാകിസ്ഥാൻ ഘടകമാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി. 3000 കിലോമീറ്റർ ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് പ്രോജക്ട് പാകിസ്ഥാനിൽ നിർമ്മാണത്തിലാണ്. ഇത് പാകിസ്ഥാന്റെ ഗ്വാദർ, കറാച്ചി തുറമുഖങ്ങളെ ചൈനയുടെ സിൻജിയാങ് ഉയ്ഗൂർ സ്വയംഭരണ പ്രദേശവുമായി കരമാർഗം ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ചൈന സ്വന്തം താൽപര്യങ്ങൾ പിന്തുടരുന്നുണ്ട് എന്നും പാകിസ്ഥാനുമായോ മറ്റെന്തെങ്കിലും രാജ്യവുമായോ വിശ്വസനീയമായ സഖ്യകക്ഷിയല്ല എന്നും പ്രതിരോധ വിദഗ്ധനായ ബക്ഷി പറയുന്നുണ്ട്. ചൈന ആരുമായി ചങ്ങാത്തം കൂടിയാലും അത് ചൈനയുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ലോക നന്മയ്ക്കോ മറ്റൊരു രാജ്യത്തിന്റെ പുരോഗതിക്കോ വേണ്ടി ചൈന ഒന്നും തന്നെ ചെയ്യാറില്ല. ചൈന തന്നെ അത് തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ ചൈനയ്ക്ക് സ്വന്തം താൽപര്യങ്ങളുണ്ട്. ചൈന പാകിസ്ഥാന്റെ സുഹൃത്തല്ല, ചൈന ആരുടെയും സുഹൃത്തല്ല. $110 ബില്യൺ കടക്കണിയിലായിരിക്കുമ്പോഴും പാകിസ്ഥാൻ വീണ്ടും കണ്ണുനട്ടിരിക്കുന്നത് ലാഭം പ്രതീക്ഷിച്ചാണ്, ചൈനയുടെ സഹായം പ്രതീക്ഷിച്ചാണ്. ചൈനയുമായുള്ള വലിയ കൂട്ടിന് പിന്നാലെയാണ് പാകിസ്ഥാൻ. എന്നാൽ ചൈന പാകിസ്ഥാനെ ആട്ടിപ്പായിക്കാൻ, തനിനിറം കാട്ടാൻ ഇനി അധിക കാലമില്ല. ഇപ്പോൾ തന്നെ ചില സൂചനകൾ ലഭിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. പാക് അധീന കശ്മീരിലെ സാമ്പത്തിക സ്ഥിതി നമുക്കറിയാം, അത്യന്തം ഗുരുതരമാണിപ്പോൾ. ഇത് ജനങ്ങൾക്കിടയിൽ വ്യാപകമായ അസന്തുഷ്ടിക്കും കീഴ്വഴക്കത്തിന്റെ വികാരത്തിനും ഇടയാക്കി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പാക് അധീന കശ്മീരിന്റെ സാമ്പത്തിക തകർച്ച വലിയ രീതിയിലായിരുന്നു. ജനങ്ങൾ സന്തുഷ്ടരായിരുന്നില്ല, അവർ കീഴടക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. ഇന്ത്യ അവരെ മോചിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാക് അധീന കശ്മീരിലെ ജനങ്ങൾ. ഏറിയ പങ്കും അങ്ങനെയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പാക് അധീന കശ്മീരിൽ സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തുടരുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കശ്മീർ തർക്കത്തിന്റെ വലിയ പ്രശ്നവുമായി ബന്ധിപ്പിച്ച് പാക് അധീന കശ്മീരിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. തർക്കപരിഹാരത്തിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഭാഷണവും ചർച്ചയും ആവശ്യമാണ്. പക്ഷേ പാകിസ്ഥാൻ സമാധാനത്തിന് ഉതകുന്ന രീതിയിൽ സഹകരിക്കാൻ തയ്യാറാകില്ല എന്നാണ് ഒരു വിഭാഗം തറപ്പിച്ചു പറയുന്നത്. കാലം ഇത്രയായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സമാധാനത്തിന്റെ ഒരു സന്ദേശം പോലും, സൂചന പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനായി കാണിക്കുന്ന അഭിനയമല്ലാതെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പാകിസ്ഥാന്റെ സമാന സ്വഭാവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും പാക് അധീന കശ്മീരിലെ ജനങ്ങൾ അത്യന്തം ദുരിതത്തിലാണ്. പാകിസ്ഥാനും ചൈനയും പാക് അധീന കശ്മീരിനെ ഉപയോഗിക്കുകയാണ്, അല്ലാതെ അവിടുത്തെ ജനങ്ങളെ, അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനോ അവരുടെ ക്ഷേമം ഉറപ്പാക്കാനോ ശ്രമിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ഭക്ഷണത്തിനും അവശ്യ സാധനങ്ങൾക്കുമാണ് ബുദ്ധിമുട്ടുന്നത്. അതിനായാണ് അവർ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയത്. പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി, അതിന്റെ ഏറ്റവും മോശമായ അലയൊലികൾ പാക് അധീന കശ്മീരിൽ വലിയ രീതിയിലാണ് ആഞ്ഞടിച്ചിട്ടുള്ളത്. ജനങ്ങൾ ഏറെ പാടുപെട്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നതും. അപ്പോ പാക് അധീന കശ്മീരിൽ ചൈനയ്ക്കും കണ്ണുണ്ട്, പാകിസ്ഥാനും കണ്ണുണ്ട്, അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ. എന്നാൽ പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയോട് സ്വയമേവ ലയിക്കുന്ന കാലം അധികം വിദൂരമല്ല. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അമിത്ഷായും ഒക്കെ ഈ അടുത്ത് പറഞ്ഞതും അതുതന്നെയാണ്. പാക് അധീന കശ്മീർ കണ്ട് വെള്ളമിറക്കിയ ചൈനയും പാകിസ്ഥാനും തലകുനിക്കുന്ന ഒരു ദിവസം വരും. പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയുടെ മഹത്വം തിരിച്ചറിയുന്നുണ്ട്. അവർ ഇന്ത്യയോടൊപ്പം ചേരുക തന്നെ ചെയ്യും. ആ ദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം.